നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഗവൺമെന്റ് ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, സ്ഥാപിച്ചിട്ടുണ്ട് കോർപ്പറേഷന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു എക്സാമ്പിൾ ആണ് നബാർഡ്. അഗ്രികൾച്ചർ ക്രെഡിറ്റിന് വേണ്ടി രൂപം കൊടുത്തതാണ് നബാർഡ്. അതേപോലെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, അതേപോലെ തന്നെ രൂപം കൊടുത്ത ഒരു കോർപ്പറേഷനാണ് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഇതിന്റെ ഉദ്ദേശം തന്നെ നോൺ ക്രെഡിറ്റ് ടൈപ്പ് സൊസൈറ്റീസ്, നമ്മൾ നേരത്തെ പറഞ്ഞ നബാർഡ് അഗ്രികൾച്ചർ ടൈപ്പ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണെങ്കിൽ, അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസിന് വേണ്ടിയിട്ടാണെങ്കിൽ, ഇത് നോൺ ക്രെഡിറ്റ് ടൈപ്പ് ആയിട്ടുള്ള സൊസൈറ്റീസിന്റെ ഉന്നമനത്തിന്, അവയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട്, അവയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് NCDC നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ത് ചെയ്തത്, രൂപീകരിച്ചത്. നോൺ ക്രെഡിറ്റ് ടൈപ്പ് നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ്? മാർക്കറ്റിംഗ്, പ്രോസസ്സിംഗ്, കൺസ്യൂമർ സ്റ്റോർ, ഡയറി, ഇത്തരത്തിലുള്ള സൊസൈറ്റീസ് ഒക്കെയാണ് എന്ത് നോൺ ക്രെഡിറ്റ് ടൈപ്പ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ഈ നോൺ ക്രെഡിറ്റ് ടൈപ്പ് സൊസൈറ്റീസിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് NCDC രൂപം കൊടുത്തിട്ടുള്ളത്. ഇത് രൂപം കൊടുത്തത് സ്പെഷ്യൽ ആക്ട്, പാർലമെന്റിന്റെ പ്രത്യേക ആക്ട് കൊണ്ടുവന്ന് നബാർഡ് പോലെ തന്നെ 1963 നബാർഡിന്റെ പോലെ തന്നെ NCDC ആക്ട് കൊണ്ടുവന്നിട്ട് NCDC ആക്ടിൽ പ്രകാരം ഒരു NCDC നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ത് ചെയ്തത്, രൂപീകൃതമാകുന്നത്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ഇത്രയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അത് മാർക്കറ്റിംഗും പ്രോസസ്സിംഗ് അല്ലെങ്കിൽ കൺസ്യൂമർ സ്റ്റോർ രംഗത്ത് അല്ലെങ്കിൽ ഡയറി കോപ്പറേറ്റീവ്, ഇവയുടെയൊക്കെ നാഷണൽ ലെവലിലുള്ള ഒരു ഓർഗനൈസിങ്ങിന് വേണ്ടി, ഒരു കോപ്പറേറ്റീവ്സിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കോർപ്പറേഷൻ, ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആവശ്യമാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉണ്ടാക്കിയത്. ഈ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വരുന്നതിന് മുമ്പ് ഇതൊരു ബോർഡായിരുന്നു. ആ ബോർഡ് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർഹൗസിംഗ് ബോർഡ് എന്നായിരുന്നു അതിന്റെ പേര്. ആ ബോർഡിന്റെ സക്സസർ ആയിട്ടാണ് എന്ത് ചെയ്തത്, NCDC വരുന്നത്. ബോർഡ് രൂപം കൊടുത്തിരുന്നു ആദ്യം നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. ആ ബോർഡിന് പകരം ആയിട്ട് വന്നതാണ് എന്ത്, ഈ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർഹൗസിംഗ് ബോർഡിന് പകരമായിട്ട് വന്നതാണ്. അത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് 1956 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്ഥാപനമായിരുന്നു, ബോർഡായിരുന്നു. ആ ബോർഡിനെ സ്ഥാപനമാക്കി മാറ്റി 1963 നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയ്തത് രൂപീകൃതമാണ്. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്ലാനിങ് ആൻഡ് പ്രൊമോഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രൊഡക്ഷൻ, പ്രോസസ്സിംഗ്, സ്റ്റോറേജ്, മാർക്കറ്റിംഗ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3P and 1M, അതെന്നെ ഓർമ്മിച്ചാൽ മതി. പ്രൊക്യൂർമെന്റ്, പ്രൊഡക്ഷൻ, പ്രോസസ്സിംഗ്, മാർക്കറ്റിംഗ്. പ്രൊക്യൂർമെന്റ് അതായത് സ്റ്റോറേജ്, കളക്ഷനും സ്റ്റോറേജും ഒക്കെ ചേരുന്നതാണ് പ്രൊക്യൂർമെന്റ്. സ്റ്റോറേജ്, പ്രൊഡക്ഷന് ശേഷമുള്ള സ്റ്റോറേജ് ഉണ്ട്. പ്രൊക്യൂർമെന്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രൊഡക്ഷന് മുമ്പുള്ള സ്റ്റോറേജ് മാത്രമേ ഉൾപ്പെടുന്നുള്ളൂ. എന്നാലും നമ്മൾ സ്റ്റോറേജ് തന്നെ ഇവിടെ നിങ്ങൾ ഓർമ്മിക്കുക, ഈ പ്രൊഡക്ഷൻ, പ്രോസസ്സിംഗ്, സ്റ്റോറേജ്, മാർക്കറ്റിംഗ്, നേരത്തെ പറഞ്ഞ 3P + 1M എന്നുള്ളതിനെ ഇവിടെ മാറ്റി നമുക്ക് എന്ത് ചെയ്യാം, 2P, ഒരു S and M, പിന്നെ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. ഈ 4 പോയിന്റ് ഓർമ്മിച്ചാൽ മതി. പ്രൊഡക്ഷൻ, പ്രോസസ്സിംഗ്, സ്റ്റോറേജ്, മാർക്കറ്റിംഗ്, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്. അഗ്രികൾച്ചർ പ്രൊഡ്യൂസിന്റെ എക്സ്പോർട്ട്, ഇമ്പോർട്ട്, അതുപോലെ പ്രൊഡക്ഷൻ, പ്രോസസ്സിംഗ്, സ്റ്റോറേജ് ആൻഡ് മാർക്കറ്റിംഗ്. ഇവിടെയൊക്കെ പ്രൊഡക്ഷന്, പ്രോസസ്സിംഗ്, സ്റ്റോറേജ് ആൻഡ് മാർക്കറ്റിംഗ്, ഇവയുടെ പ്രൊഡക്ഷനും പ്രോസസ്സിങ്ങും സ്റ്റോറേജും മാർക്കറ്റിങ്ങും കോപ്പറേറ്റീവ്സ് വഴിയാണ് ചെയ്യുന്നത്. ആ കോപ്പറേറ്റീവ്സിനെ എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആൻഡ് പ്രൊമോഷൻ ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. പ്ലാനിങ് ആൻഡ് പ്രൊമോഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രൊഡക്ഷൻ ആൻഡ് പ്രോസസ്സിംഗ്, സ്റ്റോറേജ്, മാർക്കറ്റിംഗ്, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ്. ഇതിനു വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആൻഡ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുക, കൊണ്ടുവരാന്നുള്ളതാണ്. എന്താണ്
ഇതിന്റെ മാനേജ്മെന്റ് മിനിസ്റ്റർ ഓഫ് ഫോർ അഗ്രികൾച്ചർ ആണ് ഇതിന്റെ ചെയർമാൻ. സ്റ്റേറ്റ് മിനിസ്റ്റർ ഫോർ അഗ്രികൾച്ചർ ആണ് വൈസ് ചെയർമാൻ. ഇത് അഡ്മിനിസ്ട്രേഷൻ മാനേജിംഗ് ഡയറക്ടർ ഉണ്ടായിരിക്കും. അയാളാണ് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ എന്ത് ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത്. അയാളാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നറിയപ്പെടുന്നത്. ഇതിന്റെ അമെന്റ്മെന്റ് 1974 ഇതിനൊരു അമെന്റ്മെന്റ് കൊണ്ടുവന്നു. അതിൽ ജനറൽ കൗൺസിൽ വേണമെന്നുള്ള നിർദ്ദേശം വന്നു. അങ്ങനെ ജനറൽ കൗൺസിൽ 51 മെമ്പേഴ്സ് ഉള്ള ഒരു ജനറൽ കൗൺസിൽ രൂപം കൊടുത്തു. ഈ ജനറൽ കൗൺസിലിന്റെ പ്രത്യേകത, അത് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ്സ് ഉണ്ടാവും, നാഷണൽ നോൺ ഒഫീഷ്യൽ കോപ്പറേറ്റേഴ്സ് ഉണ്ടാവും, നാഷണൽ കോപ്പറേറ്റീവ് ഫെഡറേഷന്റെ ആളുകളുണ്ട്, ഫെഡറേഷൻസിന്റെ ആളുകളുണ്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രതിനിധികളുണ്ട്, SBIയുടെ പ്രതിനിധികളുണ്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രതിനിധികളുണ്ട്. അപ്പൊ ഈ ജനറൽ കൗൺസിലിന്റെ പ്രത്യേകത 51 അംഗങ്ങളിൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ്സും നോൺ ഒഫീഷ്യൽ കോപ്പറേറ്റേഴ്സ്, നാഷണൽ കോപ്പറേറ്റീവ് ഫെഡറേഷന്റെ ആളുകൾ, നാഷണൽ കൺസ്യൂമർ കോപ്പറേറ്റീവ് ഫെഡറേഷൻ, നാഷണൽ അഗ്രികൾച്ചർ ഫെഡറേഷൻ ഉണ്ട്. നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഫെഡറേഷൻ ഓഫ് വുമൺ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, നാഷണൽ ഫെഡറേഷൻ, അങ്ങനെ തുടങ്ങി വുമന്റെ കോപ്പറേറ്റീവ്സ്, അഗ്രികൾച്ചർ വുമൺ കോപ്പറേറ്റീവ് ഇല്ല, നാഷണൽ അല്ല, നാഷണൽ അഗ്രികൾച്ചറൽ ഫെഡറേഷൻ ഉണ്ട്, അഗ്രികൾച്ചർ ഫെഡറേഷൻ, നാഫെഡ്. അത്തരത്തിലുള്ള നാഷണൽ ഫെഡറേഷൻസിന്റെ ഒക്കെയും ആളുകൾ ഉണ്ടാവും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രതിനിധികൾ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രതിനിധികൾ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രതിനിധികൾ. ഇതിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ 12 അംഗങ്ങളാണ് ഉള്ളത്. 12 അംഗങ്ങളിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. അതിന്റെ പുറമെ ഒരു സബ് കമ്മിറ്റി ഇതിനായിട്ടുണ്ട്. അത് ഓരോന്നിനും കോപ്പറേറ്റീവ് മാർക്കറ്റിങ്ങിന് ഒരു സബ് കമ്മിറ്റി, പ്രോസസ്സിങ്, സ്റ്റോറേജ്, കൺസ്യൂമർ കോപ്പറേറ്റീവ്, അങ്ങനെ ഓരോ വിഭാഗത്തിനും പ്രത്യേകം സബ് കമ്മിറ്റീസ് ഉണ്ട്. ഓരോ റീജിയണൽസിനും പ്രത്യേക റീജിയണൽ ഓഫീസസ് ഉണ്ട്. കൽക്കത്ത, ബാംഗ്ലൂർ, ഭോപ്പാൽ, പാട്ന, ഗുവാഹത്തി, ജയ്പൂർ, ലക്നൗ, പൂനെ, ചണ്ഡീഗഡ്, ഇങ്ങനെ തുടങ്ങി വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ട് റീജിയണൽ ആയിട്ടുള്ള ഓഫീസസ് ഉണ്ട്. ദെൻ ഇതിന്റെ ഒബ്ജക്ട്സ് എന്തൊക്കെയെന്ന് പറയാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ടു പ്ലാൻ പ്രൊമോട്ട് പ്രോഗ്രാംസ് ത്രൂ കോപ്പറേറ്റീവ്സ്, ദ പ്രൊഡക്ഷൻ, പ്രോസസ്സിംഗ്, മാർക്കറ്റിംഗ്, സ്റ്റോറേജ്, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്. എന്തൊക്കെയാണ്? പ്രൊഡക്ഷൻ ആണ്, പ്രോസസ്സിംഗ് ആണ്, മാർക്കറ്റിംഗ് ആണ്, സ്റ്റോറേജ് ആണ്. അഗ്രികൾച്ചർ പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുക, പ്രോസസ്സ് ചെയ്യുക, മാർക്കറ്റിംഗ് ചെയ്യുക, സ്റ്റോറേജ് ചെയ്യുക, അതിന്റെ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് നടത്തുക. അഗ്രികൾച്ചർ പ്രൊഡ്യൂസിന്റെ എക്സ്പോർട്ട്, ഇമ്പോർട്ട് നടത്തുക. ഇതാണ് ഇതിന്റെ ഒബ്ജക്ട്സ്. അഗ്രികൾച്ചർ പ്രൊഡ്യൂസിന് പുറമെ ഡയറിയും പോൾട്രി, ഫിഷറീസും ഇതിന് തന്നെ എന്താണ് ഭാഗമാണ്. ഡയറി, പോൾട്രി, ഫിഷറീസ്, ഈ രംഗത്തുള്ള ഈ സെക്ടറിന്റെ ഈ മേഖലയെ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, NCDCയുടെ പരിധിയിൽ കൊണ്ടുവരുന്നുണ്ട്. ഡയറി, പോൾട്രി ആൻഡ് ഫിഷറീസ്. ദെൻ നെക്സ്റ്റ്, കളക്ഷൻ, പ്രോസസ്സിംഗ്, മാർക്കറ്റിംഗ്, സ്റ്റോറേജ് ആൻഡ് എക്സ്പോർട്ട് ഓഫ് മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. ഫോറസ്റ്റ് പ്രൊഡ്യൂസിന്റെ കളക്ഷന്, മാർക്കറ്റിംഗ്, സ്റ്റോറേജ്, ഇത് നമ്മൾ അങ്ങോട്ട് വിശദമായിട്ട് പറയും ഇതിന്റെ ഫങ്ഷൻസ് പറയുമ്പോൾ. കളക്ഷൻ, പ്രോസസ്സിംഗ്, മാർക്കറ്റിംഗ്, സ്റ്റോറേജ്, മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ കാട്ടിൽ നിന്നൊക്കെ ശേഖരിച്ച് വിൽപ്പന നടത്തുന്ന പ്രൊഡക്റ്റുകളുണ്ട്. അത്തരത്തിലുള്ള പ്രൊഡക്റ്റ് കളക്ട് ചെയ്യലും പ്രൊക്യൂർമെന്റ്, അതിന്റെ പ്രോസസ്സിംഗ്, അതിന്റെ മാർക്കറ്റിംഗ്, അതിന്റെ സ്റ്റോറേജും ഏതിന്റെ ചുമതലയിലാണ്? അതുമായിട്ട് ബന്ധപ്പെട്ട പ്ലാനിങ് ആൻഡ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ആര് കൊണ്ടുവരും? NCDC നടപ്പിലാക്കുന്നതാണ്. തന്നെ ഇതിന്റെ ഫണ്ട് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളതാണ്. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ഫണ്ടിന്റെ കസ്റ്റോഡിയൻ ആണ് ആര്? നാഷണൽ
ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് ഇതിന്റെ കസ്റ്റോഡിയൻ, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ഫണ്ടിന്റെ. ഈ ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ആരുടെ റെക്കമെൻഡേഷൻ ആണ്? ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അനുസരിച്ചാണ് ഈ ഫണ്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ റെക്കമെൻഡേഷൻ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആണ് നമ്മളുടെ ഈ നാഷണൽ കൗൺസിൽ ഫോർ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആരംഭത്തിന് കാരണമായെന്ന് നമുക്ക് പറയാം. നേരത്തെ പറഞ്ഞ നബാർഡ് പോലെ തന്നെ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ പ്രവർത്തനത്തിനും ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ റെക്കമെൻഡേഷൻസ് സഹായപരമായിട്ടുണ്ട്. അവരുടെ റെക്കമെൻഡേഷൻസ് അനുസരിച്ചാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവരുടെ റെക്കമെൻഡേഷൻസ് അനുസരിച്ചാണ് ഇവിടെ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പം ഈ ഫണ്ടിന്റെയും അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർഹൗസിംഗ് ബോർഡ് എന്നുള്ളതൊക്കെ രൂപം കൊടുത്തത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ചാണ്. ദെൻ നെക്സ്റ്റ് ഇതിന്റെ വർക്കിംഗ് ആണ് പറയുന്നത്. ഇത് പ്രൊവൈഡ് ഫണ്ട് ടു സ്റ്റേറ്റ് ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് ഫണ്ട് എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ആ സ്റ്റേറ്റ് ഗവൺമെന്റ് അതെന്തായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന് വേണ്ടി ഫണ്ട് പ്രൊവൈഡ് ചെയ്യും. സ്റ്റേറ്റ് ഗവൺമെന്റിന് അതെന്ത് ചെയ്യുന്നു, അത് മാനേജ് ചെയ്ത സബ്സിഡി ആയിട്ട് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എന്ത് ചെയ്യും, കൊടുക്കാൻ വേണ്ടിയിട്ട് അത് അവർ ഉപയോഗപ്പെടുത്തും. സ്റ്റേറ്റ് ഗവൺമെന്റ് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രവർത്തനം. അതുപോലെ ഔട്ട്റൈറ്റ് ഗ്രാൻഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഔട്ട്റൈറ്റ് ഗ്രാൻഡ് കൊടുക്കുന്നുണ്ട്. ഔട്ട്റൈറ്റ് ഗ്രാൻഡ് 3% ഓഫ് അഡീഷണൽ ലോൺസിനാണ് പ്രൈമറി സൊസൈറ്റീസിന് കൊടുക്കുന്നത്. സെൻട്രൽ സൊസൈറ്റീസിന് 1% ആണ് അതിന്റെ സെൻട്രൽ കോപ്പറേറ്റീവ്സിന് കൊടുക്കുന്നത്. പിന്നെ ലാൻഡ് മോർഗേജ് ബാങ്കിന്റെ ഒക്കെ ഡിബഞ്ചേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാറുണ്ട് ഇവ. ദെൻ മറ്റ് ഫങ്ഷൻസ് നോക്കാം. കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്. കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഇവയുടെ ഫങ്ഷൻ നോക്കാം. കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗിന്റെ ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ നൽകുന്നത്, മാനേജ് സബ്സിഡി പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ത്രൂ ആണ്. ലോൺസ് ആൻഡ് ഗ്രാൻസ് ടു കൺസ്ട്രക്ഷൻ ഗോഡൌൺസ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലോൺസ് ഗ്രാൻസ് അനുവദിക്കുന്നത്. അതുപോലെ കോൺട്രിബ്യൂഷൻ ടു പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട്, ചില പ്രൊഡക്റ്റിന്റെ ഒക്കെ പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ടിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇതൊക്കെയും NCDC ആണെന്നുള്ളതാണ്. NCDCയുടെ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് അവർ ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മാനേജ് സബ്സിഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലോങ് ടേം ലോൺസ് ആൻഡ് ഗ്രാൻസ് ഫോർ കൺസ്ട്രക്ഷൻ ഗോഡൌൺസ്, കോൺട്രിബ്യൂഷൻ ടു പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് എന്നുള്ളതാണ്. ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷനായി ഡയറക്റ്റ് ഡീലിംഗ് ആർക്കുണ്ട്, ഈ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉണ്ട്. അതിന്റെ പ്രൊമോഷണൽ സെല്ല് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ടുള്ള ഹെൽപ്പ് ഫെഡറേഷന് ഇവർ ആണ് നൽകുന്നത്. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഡീഷണൽ ഹെൽപ്പ് ഗിവൺ ടു ഫെഡറേഷൻ ഇൻക്ലൂഡ്സ് എയ്ഡ്സ് ഗിവൺ ടു എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പ്രൊമോഷൻ സെൽ. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പ്രൊമോഷൻ സെൽ, അവരുടെ പ്രൊമോഷൻ സെൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതൊക്കെ എന്താണ്, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ്. നെക്സ്റ്റ് കോപ്പറേറ്റീവ് പ്രോസസ്സിംഗ്. കോപ്പറേറ്റീവ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നതിനും ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനും മാനേജർ സബ്സിഡിയും ലോൺസ് ആൻഡ് ഗ്രാൻസ് കൺസ്ട്രക്ഷൻ ഫോർ ഗോഡൌൺസും പർച്ചേസ് ഓഫ് മെഷീനറി, ഷുഗർ മില്ലൊക്കെ വലിയ വൻകിട ഷുഗർ മില്ലുകൾ, വൻകിട എന്നല്ല ബിഗറായിട്ടുള്ള പ്രോസസ്സിംഗ് സൊസൈറ്റീസ് ഉണ്ടാവും. ആ ബിഗർ പ്രോസസ്സിംഗ് സൊസൈറ്റീസ് ആയിട്ടുള്ള ഷുഗർ മില്ല്, സ്പിന്നിങ് മില്ല്, മോഡേൺ റൈസ് മില്ല്, ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള മെഷീനറി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ, മറ്റ് എക്യുപ്മെന്റ്സ് പർച്ചേസ് ചെയ്യാനുള്ള ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നതിലും NCDC എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ NCDC പ്രോസസ്സിംഗ് സൊസൈറ്റീസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. NCDC അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് സൊസൈറ്റീസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. NCDC ഡയറി സൊസൈറ്റീസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. NCDC പോൾട്രി ആൻഡ് ഫിഷറീസിനെ എന്ത് ചെയ്യുന്നുണ്ട്, പോൾട്രി സൊസൈറ്റീസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. NCDC ഫിഷറീസ് സൊസൈറ്റീസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. NCDC മറ്റ് അഗ്രികൾച്ചർ റിക്വസിറ്റ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. NCDC
കൺസ്യൂമർ ആർട്ടിക്കിൾസ് സപ്ലൈ ചെയ്യുന്നുണ്ട്. NCDC റൂറൽ ട്രൈബൽ ഏരിയയുടെ ഡെവലപ്മെന്റ് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കോപ്പറേറ്റീവ്സ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. NCDC ഡെവലപ്മെന്റ് ഓഫ് ഡയറി ആൻഡ് പോൾട്രി ആൻഡ് ഫിഷറീസ് ഈ രംഗത്തേക്ക് വന്നത് 1974 നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആക്ടിലെ അമെൻഡ്മെന്റിനനുസരിച്ചാണ് ഈ ഡയറി സെക്ടറും അതേപോലെ തന്നെ പോൾട്രി സെക്ടറും ഫിഷറി സെക്ടറും കൂടി ഇതിന്റെ കൂടെ ഭാഗമാക്കിയത്. മാത്രമല്ല NCDC എന്ത് ചെയ്യുന്നുണ്ട്? അതില് NCDC ഡയറി പോൾട്രി ഫിഷറീസ് കോപ്പറേറ്റീവ്സിന്റെ വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് കൂടി ചെയ്യുക എന്നുള്ളത് ഈ അമെൻഡ്മെന്റിൽ ഉൾപ്പെടുത്തിയതാണ്. തന്നെ NCDC പറഞ്ഞത് മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഒന്ന് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ്, then കൺസ്യൂമർ കോപ്പറേറ്റീവ് പ്രോസസ്സിംഗ് സൊസൈറ്റീസ് മാത്രമല്ല, ഡയറി ആൻഡ് പോൾട്രി ഫിഷറി സെക്ടർ മാത്രമല്ല, മറ്റ് അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടുള്ള എല്ലാ റിക്വസിറ്റ്സും എന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് ചെയ്യുന്നു. അഗ്രികൾച്ചർ ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിലും എന്താണ്? മുന്നിലാണ് ആര്? ഈ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. Agriculture requisites, supply of agriculture input, fertilizers, seeds, agriculture implements through cooperatives. കോപ്പറേറ്റീവ്സ് മുഖേന അഗ്രികൾച്ചർ ഇൻപുട്ട്, ഫെർട്ടിലൈസേഴ്സും സീഡ്സും മറ്റ് അഗ്രികൾച്ചർ ഇംപ്ലിമെന്റ്സും എന്ത് ചെയ്യുന്നു? സപ്ലൈ ചെയ്യുന്ന കാര്യത്തിൽ എന്താണ് ഈ NCDCക്ക് എന്തുണ്ട്? വലിയ ഫങ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? നിർവഹിക്കുന്നുണ്ട്. NCDCയുടെ ഫങ്ഷൻ ആണത്. വൺ ഓഫ് ദി ഫങ്ഷൻ ഓഫ് NCDC ആണിത്. NCDC അതിന്റെ മേജർ റോള് വഹിക്കുന്നതാണ് ഓർഗനൈസിങ് IFFCO ആൻഡ് IFCO ആൻഡ് ക്രിപ്കോ. IFCOയുടെയും ക്രിപ്കോയുടെയും IFCO എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ്. IFCO എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ്. ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ്. പിന്നെ ക്രിപ്കോ എന്ന് പറഞ്ഞാൽ ക്രിബക് ഭാരതി കോപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ്. ക്രിപ്കോ ചെയ്യുന്നത് ഫെർട്ടിലൈസേഴ്സ് തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ആൾ തന്നെയാണ്. IFCOയും ഫെർട്ടിലൈസർ മാനുഫാക്ചർ ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി തന്നെയാണ്. അപ്പൊ ഇതിന്റെ ഓർഗനൈസേഷനിൽ എന്തുണ്ട്? നല്ലൊരു പങ്ക് ഈ NCDCക്ക് ഉണ്ട്. നമ്മൾ പറഞ്ഞു വന്നത് അതിന്റെ തുടക്കം എന്തായിരുന്നു? നമ്മൾ പറഞ്ഞത് മെയിനായിട്ടുള്ള ഫങ്ഷൻ എന്താണ്? സ്റ്റേറ്റ് ത്രൂ ആണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. പിന്നെ ഗ്രാൻസിന്റെ കാര്യം പറഞ്ഞു. ഔട്ട്റൈറ്റ് ഗ്രാൻറ്റുകൾ കൊടുക്കുന്ന കാര്യം പറഞ്ഞു. ലാൻഡ് മോർട്ട്ഗേജ് ബാങ്കുകളിലെ ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. പിന്നെ പറഞ്ഞത് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ട് കാര്യം പറഞ്ഞു. ദെൻ കോപ്പറേറ്റീവ് പ്രോസസ്സിംഗ് സൊസൈറ്റീസ് ആയിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. ദെൻ ഡയറി ആൻഡ് പോൾട്രി ഡെവലപ്മെന്റ്, ഫിഷറീസിന്റെ സെക്ടറിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതിനെ പറ്റി പറഞ്ഞു. അഗ്രികൾച്ചർ റിക്വസിറ്റ്സ് സപ്ലൈ ചെയ്യാന്നുള്ളത്, അഗ്രികൾച്ചർ ഇൻപുട്ട് സപ്ലൈ ചെയ്യാന്നുള്ളത് ഇതിന്റെ ഒരു ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. മേജർ റോൾ ഇൻ ഓർഗനൈസിങ് IFCO, ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവും ക്രിപ്കോ, ക്രിബക് ഭാരതി കോപ്പറേറ്റീവും, ക്രിബക് ഭാരതി കോപ്പറേറ്റീവ് ലിമിറ്റഡ് എന്താണ്? ക്രിപ്കോ. ഇത് രണ്ടും ഓർഗനൈസ് ചെയ്യുന്നതിൽ വലിയൊരു പങ്ക് NCDCക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. ദെൻ സപ്ലൈ ഓഫ് കൺസ്യൂമർ ആർട്ടിക്കിൾസ് ഇൻ റൂറൽ ഏരിയാസ്. റൂറൽ ഏരിയാസിൽ കൺസ്യൂമർ ആർട്ടിക്കിൾസ് സപ്ലൈ, അതായത് അർബൻ സൊസൈറ്റി നേരിടുന്ന പ്രശ്നമാണെന്ത്? കൺസ്യൂമർ ആർട്ടിക്കിൾസിനുള്ള വില എന്ത് ചെയ്യുക? വർദ്ധിക്കുന്ന ഒരു പ്രശ്നം. ഈ കൺസ്യൂമർ ഗുഡ്സിന്റെ വില വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെയാണ് അതിനെ കുറേയൊക്കെ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റി? പിടിച്ചു നിർത്താൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അർബൻ ഏരിയസിൽ എന്ത് ചെയ്തു? കൺസ്യൂമർ ഗുഡ്സ് സപ്ലൈ ചെയ്യാൻ കൺസ്യൂമർ കോപ്പറേറ്റീവ്സിന്റെ ഡിസ്ട്രിക്റ്റ് ആയിട്ടുള്ള ഹോൾസെയിൽസ് കോപ്പറേറ്റീവ്സ് എന്ത് ചെയ്തു? തയ്യാറായി. പക്ഷേ റൂറൽ ഏരിയസിൽ അതിനെന്തുണ്ടായില്ല? ഈ ഒരു പ്രവർത്തനം ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർ ചെയ്യുന്നത് പോലെ റൂറൽ ഏരിയാസിൽ എന്തില്ല?
ഈ ഇത്തരത്തിലുള്ള ഹോൾസെയിൽ സ്റ്റോറുകളിലില്ല. റൂറൽ ഏരിയാസിൽ എന്ത് ചെയ്യേണ്ടി വന്നു? അവർ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് അല്ലെങ്കിൽ സർവീസ് കോപ്പറേറ്റീവ്സ് അത് ഏറ്റെടുക്കേണ്ടി വന്നു. സർവീസ് കോപ്പറേറ്റീവ്സ് നമുക്ക് കാണാം, നമ്മുടെ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒക്കെ കീഴിൽ അവർക്ക് എന്തുണ്ട്? സപ്ലൈ നീതി സ്റ്റോറുകളുണ്ട്. സപ്ലൈ ഓഫ് കൺസ്യൂമർ ആർട്ടിക്കിൾസിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ മാർക്കറ്റിങ്ങും അതിൻ്റെ സർവീസ് കോപ്പറേറ്റീവ്സ് മാർക്കറ്റിംഗ് സൊസൈറ്റീസിന് അല്ലെങ്കിൽ സർവീസ് കോപ്പറേറ്റീവ്സിന് എന്തുണ്ട്? അതിൻ്റെ അതിൻ്റെതായിട്ടുള്ള കൺസ്യൂമർ സ്റ്റോറുകൾ ഉണ്ട്. നമ്മൾ നോക്കിയാൽ നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ പറ്റും. അതിന് വേണ്ട ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് NCDC ആണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഷെയർ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കൺട്രോൾഡ് ക്ലോത്ത് ഇൻ റൂറൽ ഏരിയാസ്. കൺട്രോൾഡ് ക്ലോത്ത് എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ത്രൂ ആണ്. NCDC റൂറൽ കൺസ്യൂമർ സ്കീം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പുതിയതായിട്ട്. റൂറൽ കൺസ്യൂമേഴ്സിന് ഈ വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസ് ആണ് എന്ത് ചെയ്യുന്നത്? അസിസ്റ്റൻസ് എന്നുള്ള നിലക്കാണ് കൺസ്യൂമർ ആർട്ടിക്കിൾസ് സപ്ലൈ ചെയ്യുന്നത്. അത്തരത്തിലുള്ള റൂറൽ കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിൾ സപ്ലൈ ചെയ്യുന്നതിന് NCDC ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും. മാർക്കറ്റിംഗ് സൊസൈറ്റീസ്, മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് അല്ലെങ്കിൽ സർവീസ് കോപ്പറേറ്റീവ്സിന് ഫിനാൻഷ്യൽ എന്ത് ചെയ്യുന്നു? അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ കൺട്രോൾഡ് ക്ലോത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നതും ആരാണ്? NCDC ആണ്. ഡെവലപ്മെന്റ് ഓഫ് ട്രൈബൽ കോപ്പറേറ്റീവ്സ് ഇൻ ട്രൈബൽ ഏരിയാസിലുള്ള കോപ്പറേറ്റീവ്സ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കളക്ഷൻ, പ്രോസസ്സിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞു. അത് ശരിക്കും ട്രൈബൽ പ്രൊഡക്ട്സുകളെ സംബന്ധിച്ച് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ട്രൈബൽ പീപ്പിൾ എന്ത് ചെയ്യുന്നു? അവർ ജീവിക്കുന്നത് അവർ ചുറ്റുപാടെന്ന് പറഞ്ഞാൽ എന്താണ്? ഹില്ലി ഏരിയാസിലാണ്. അവർ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മെയിനായിട്ടുള്ള. ഒന്ന് അഗ്രികൾച്ചർ ഉണ്ട്, അതേപോലെ തന്നെ മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ആണ് അവരുടെ കളക്ഷൻ മെയിനായിട്ടുള്ളത്. ഈ ഉൽപ്പന്നങ്ങൾ എന്താണ്? മാർക്കറ്റ് ചെയ്യുക, മാർക്കറ്റിൽ വിറ്റഴിക്കുക എന്നുള്ളത്, മാർക്കറ്റിംഗ് ചെയ്യുക എന്നുള്ളത് ആരുടെ ഫംഗ്ഷൻ തന്നെയാണ്? NCDC അതിന് ട്രൈബൽ കോപ്പറേറ്റീവ്സിനെ അസിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. NCDC എന്ത് ചെയ്യുന്നു? NCDC അതിനായിട്ട് ലാംസ് എന്നുള്ള ഓർഗനൈസേഷനെ എന്ത് ചെയ്തിട്ടുണ്ട്? എൻകറേജ് ചെയ്യുന്നുണ്ട്. ലാംസ് എന്ന് പറഞ്ഞാൽ ലാർജ് സൈസ്ഡ് ആദിവാസി മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ലാംസ്, LAMPS, ലാംസ് എന്ന് പറഞ്ഞാൽ ലാർജ് സൈസ്ഡ് ആദിവാസി മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഈ ലാർജ് സൈസ്ഡ് ആദിവാസി മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ, എൻകറേജ് ചെയ്യുന്നതിൽ, അതിൻ്റെ ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു? സപ്പോർട്ട് ചെയ്യുന്നതിൽ എന്ത് ചെയ്യുന്നു? NCDC നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. NCDC ചെയ്യുന്നത് വെച്ചാൽ ഇവരുടെ അഗ്രികൾച്ചർ പ്രൊഡ്യൂസിന് മാർക്കറ്റിംഗ് ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് എക്സ്പോർട്ട് വരെ ചെയ്തു കൊടുക്കുന്നതാണ് NCDCയുടെ ഫംഗ്ഷൻ. അതായത് അവരുടെ മാത്രമല്ല, അവർക്ക് അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടുള്ള ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള സീഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, ഇൻസെക്ടിസൈഡ്സ്, മറ്റ് അഗ്രികൾച്ചർ ഇൻപുട്സ് ഇതൊക്കെ എന്ത് ചെയ്യും? അറേഞ്ച് ചെയ്യുക, സപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്? അവർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പ്രൊവൈഡ് എസെൻഷ്യൽ കൺസ്യൂമർ ഗുഡ്സ് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നതും NCDCയുടെ എന്താണ്? ഫംഗ്ഷനിൽ വരുന്നതാണ്. കൺസ്യൂമർ ഗുഡ്സ്, ഷുഗർ, കരോസിൻ, ഓയിൽ, ഫുഡ് ഗ്രെയിൻസ്, മാച്ചസ് ഇതൊക്കെ എന്ത് ചെയ്യുന്നു? സപ്ലൈ ചെയ്ത് നൽകുന്നതിലും NCDCക്ക് പങ്കുണ്ട്. അപ്പോൾ ലാംസ് എന്ന ലാർജ് സൈസ്ഡ് ആദിവാസി മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിലൂടെ NCDC അവർക്ക് വേണ്ട കൺസ്യൂമർ ആർട്ടിക്കിൾസ് പ്രൊവൈഡ് ചെയ്യുന്നതും അവർക്ക് വേണ്ട ഇൻപുട്സ്, അഗ്രികൾച്ചർ ഇൻപുട്സ്
സപ്ലൈ ചെയ്യുന്നതിലൊക്കെ എന്ത് ചെയ്യുന്നു, ഒരു പങ്ക് വഹിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അത് അവരുടെ കോപ്പറേറ്റീവ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം, മറ്റൊരു ഫങ്ഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. മറ്റൊരു ഏരിയ ഓഫ് എന്താണ് ഫങ്ഷനായിട്ട് മറ്റൊരു ഏരിയ ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് നമ്മൾ പറഞ്ഞു, പ്രോസസ്സിങ് പറഞ്ഞു, പിന്നെ കൺസ്യൂമർ സ്റ്റോറുകൾ പറഞ്ഞു. ഇതെല്ലാത്തിൻ്റെയും ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, NCDC വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. NCDC കോപ്പറേറ്റീവ് സ്റ്റോറേജ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്, NCDC കൊണ്ടുവന്നതാണ് കോപ്പറേറ്റീവ് സ്റ്റോറേജ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ത് ചെയ്യുന്നു, കോപ്പറേറ്റീവ് മാർക്കറ്റിങ്ങിലും പ്രോസസ്സിങ്ങിലും സപ്ലൈ ഓഫ് കൺസ്യൂമർ ആർട്ടിക്കിൾസിലൊക്കെ എന്ത് ചെയ്യുന്നു, പങ്കുകൊള്ളുന്നതുകൊണ്ട് തന്നെ അതിന് സ്റ്റോറേജ് ആവശ്യമാണ്. അതിനുള്ള സ്റ്റോറേജ് ഫെസിലിറ്റീസ് എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കും NCDC. അത് വേൾഡ് ബാങ്കിൻ്റെ അസിസ്റ്റൻസോട് കൂടിയിട്ടാണ് NCDC എന്ത് ചെയ്യുന്നത്, അത്തരത്തിലുള്ള ഗോഡൗണുകളൊക്കെ എന്ത് ചെയ്യുന്നത്, പണിത് കൊടുക്കുന്നത്. NCDC അതിന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഫണ്ട് പ്രൊവൈഡ് ചെയ്ത് ഗവൺമെൻറ് അസിസ്റ്റൻസോട് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള ഗോഡൗൺ. ഗവൺമെൻറ് അസിസ്റ്റൻസ് എന്താണ് അവൈലബിൾ ആണ് ഇതിനു വേണ്ടിയിട്ട്. എങ്കിലും NCDC എന്ത് ചെയ്യുന്നുണ്ട്, ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിലൂടെ ഇത്തരം ഗോഡൗണുകൾ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കോപ്പറേറ്റീവ് സ്റ്റോറേജ് എന്നുള്ളതും NCDCയുടെ മറ്റൊരു ഫങ്ഷനാണ്. സ്ട്രെങ്തനിങ് കോപ്പറേറ്റീവ് അഡ്മിനിസ്ട്രേഷൻ. നമ്മൾ പറഞ്ഞ കോപ്പറേറ്റീവ് സൊസൈറ്റികളൊക്കെ പലപ്പോഴും പരാജയപ്പെടാനുള്ള കാരണം അവയുടെ വീക്കായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് വിങ് ആണ്. അഡ്മിനിസ്ട്രേഷൻ എന്താണ്, പുറാന്നുകൊണ്ടാണ്. ഈ അഡ്മിനിസ്ട്രേഷൻ പുറായ സൊസൈറ്റികളുടെ അഡ്മിനിസ്ട്രേഷൻ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്, അത് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, NCDC അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, പ്രോസസ്സിങ് ആയിക്കോട്ടെ, സ്റ്റോറേജ് ആയിക്കോട്ടെ, അതിലുള്ള സ്റ്റാഫിനെ അവരെന്ത് ചെയ്യുക, അവരുടെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണിയും ആര് ചെയ്യുന്നുണ്ട്, NCDC ചെയ്യുന്നുണ്ട്. NCDC പ്രൊവൈഡ് ചെയ്യുന്നതാണ് മാനേജർ സബ്സിഡി സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഇതിനു വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ആ സാലറി ഓഫ് ദി അഡീഷണൽ സ്റ്റാഫ് ഇൻ ദി മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് സെക്ഷൻ എന്ത് ചെയ്യുന്നു, ഓഫ് ദി സ്റ്റേറ്റ് കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. സ്റ്റേറ്റ് കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സാലറി ഓഫ് അഡീഷണൽ സ്റ്റാഫ് മാർക്കറ്റിംഗ് പ്രോസസ്സിംഗ് സെക്ഷനിലുള്ളതിന് അത് പെയ്ഡ് ബൈ ദി NCDC പേ ചെയ്യും. അവരുടെ സാലറി ആര് പേ ചെയ്തോളൂ, NCDC പെയ്ഡ് ചെയ്തോളൂ. അപ്പോൾ നല്ല ഫുള്ളി ട്രെയിൻഡ് ആയിട്ടുള്ള ആളെ തന്നെ എന്ത് ചെയ്യുക, നിയമിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അങ്ങനെ കോപ്പറേറ്റീവ് അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്യുന്നത്, സ്ട്രെങ്തൻ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞത് ഒന്ന് അഗ്രികൾച്ചർ, ഒന്നാമത് പറഞ്ഞത് സ്റ്റേറ്റ് ത്രൂ ആണ് ഇത് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. സ്റ്റേറ്റ് ഗവൺമെൻറ് ത്രൂ ആണ്. അതിൽ ഒന്നാമത്തെ ഔട്ട്റൈറ്റ് ഗ്രാൻറ്റുകളെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്. മൂന്നാമത്തെ പറഞ്ഞ പ്രോസസ്സിംഗ് സൊസൈറ്റീസ്, കോപ്പറേറ്റീവ് പ്രോസസ്സിംഗ് സൊസൈറ്റീസ് എങ്ങനെ അസിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഡയറി, പോൾട്രി, ഫിഷറി സെക്ടറിനെ എങ്ങനെ അസിസ്റ്റ് ചെയ്യുന്നു എന്നുള്ള പറഞ്ഞു. അഗ്രികൾച്ചർ റിക്വയർമെന്റ്സിന് വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങൾ ചെയ്യുന്നു, ആ ഫങ്ഷൻ എങ്ങനെയെന്ന് പറഞ്ഞു. സപ്ലൈ ഓഫ് കൺസ്യൂമർ ആർട്ടിക്കിൾസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ട്രൈബൽ ഏരിയാസ് പറഞ്ഞതാണ്. കോപ്പറേറ്റീവ് സ്റ്റോറേജ്, സ്ട്രെങ്തനിങ് ഓഫ് കോപ്പറേറ്റീവ് അഡ്മിനിസ്ട്രേഷൻ. ഇത്രയാണ് NCDCയുടെ ഫങ്ഷൻസിലുള്ളത്. NCDC എന്ന് പറഞ്ഞത് SA വരെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഏരിയ ആണ്. മാക്സിമം ഭാഗം വിട്ടുപോകാതെ എന്ത് ചെയ്യുക, കവർ ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം പോയിന്റുകൾ പഠിക്കാൻ ശ്രമിക്കുക ഇതിൽ NCDC ആയിട്ട് ബന്ധപ്പെട്ട്. NCDC എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രഥമമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇത് നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് NCDC സ്ഥാപിതമായത് തന്നെ എന്ന് മനസ്സിലാക്കുക. കാരണം നബാർഡ് അപ്പുറം ഉണ്ട്, റൂറൽ ഡെവലപ്മെൻറ്റ്, അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി നബാർഡ് ആവശ്യത്തുണ്ട്. അതേസമയം മാർക്കറ്റിംഗ്, പ്രോസസ്സിംഗ്, കൺസ്യൂമർ സ്റ്റോറുകളുടെയൊക്കെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു കോർപ്പറേഷൻ ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് എന്ത് ചെയ്തത്. മാത്രമല്ല ആദിവാസി പോലുള്ള മേഖലകൾ, വീക്കർ സെക്ഷൻസിൻ്റെ ഏരിയകൾ,
അതൊക്കെ പ്രത്യേകം കവർ ചെയ്യുന്ന ഒരു കോർപ്പറേഷൻ രൂപീകൃതമായത് NCDC യിലൂടെയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ.